സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള കുറുമ്പശ്ശേരി എന്ന മനോഹരമായ ഗ്രാമത്തിലെ ജാതിത്തോട്ടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന പച്ചിലക്കൂട് എന്നർത്ഥം വരുന്ന കാസാവെർദെ എന്ന് പേരിട്ടിരിക്കുന്ന ശാന്തസുന്ദരമായിട്ടുള്ള അതിമനോഹരമായ 19 പേർക്ക് നല്ല സുഖമായി താമസിക്കാൻ കഴിയുന്ന ഒരു ഹോം സ്റ്റേയിൽ പോയിരുന്നു. ആ ഹോം സ്റ്റേയിൽ പോകാനുണ്ടായ ഒരു മെയിൻ കാരണം ഇന്ത്യയിലെ സുപ്രസിദ്ധനായ പുല്ലാങ്കുഴൽ വിദഗ്ധനായ ശ്രീ പണ്ഡിറ്റ് RB നായർ അവിടെ താമസിക്കുന്നു എന്ന അറിവാണ്. അവിടെ പോകണം, അദ്ദേഹത്തെ കാണണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അന്നേ ദിവസം അദ്ദേഹം നയിക്കുന്ന ഒരു പുല്ലാങ്കുഴൽ രാവ് ഉണ്ട് എന്നത്. എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പുല്ലാങ്കുഴൽ രാവിലും കൂടി പങ്കെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പണ്ഡിറ്റ് RB നായർ എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഒരു നോൺ മലയാളി ആണ് എന്നാണ്. പക്ഷേ അദ്ദേഹത്തെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പണ്ഡിറ്റ് RB നായർ യഥാർത്ഥത്തിൽ ഒരു മലയാളിയാണ്. തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായാണത്രേ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിൻ്റെ വളർച്ചയെല്ലാം ബോംബെയിലും ഗുജറാത്തിലുമായാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 50 വർഷത്തോളമായി ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പം താമസിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കേരളത്തിലുണ്ട്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കേരളത്തിലെത്തിയിരിക്കുന്നത്. ജന്മനാടായ തിരുവനന്തപുരത്തെ സന്ദർശനത്തിന് ശേഷമാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അദ്ദേഹം കാസാവെർദയിൽ ഉണ്ടായിരുന്നു അത്രേ. കാസാവെർദെ മനോഹരമായ ഒരു ഹോം സ്റ്റേ ആണ്. തീർച്ചയായും ഒരു ദിവസത്തെ താമസത്തിനാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. പക്ഷേ ഈ മനോഹരമായ പച്ചിലക്കൂടും ഇതിൻ്റെ തണുപ്പും ശാന്തതയുമെല്ലാം അദ്ദേഹത്തെ വീണ്ടും 2 ദിവസം കൂടി ഇവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ഇവിടുത്തെ സംഗീത പ്രേമികൾക്ക്, അതായത് കുറുമശ്ശേരിയിലെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം ഒരു പുല്ലാങ്കുഴൽ കച്ചേരി നടത്തുകയാണ്. ഞാനതിൽ പങ്കെടുക്കുകയുണ്ടായി. വളരെ ലളിതമായ ക്ലാസിക് ടച്ചോടുകൂടിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളും നാടൻ പാട്ടുകളും ഏതാനും ഹിന്ദുസ്ഥാനി രാഗങ്ങളുമാണ് അദ്ദേഹം തൻ്റെ പുല്ലാങ്കുഴലിലൂടെ ഇന്ന് വായിച്ചു കേൾപ്പിച്ചത്. 1.5 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത കച്ചേരി മറ്റൊരു തലത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചു എന്ന് തന്നെ പറയാം. ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും ഒരുപോലെ സ്വായത്തമാക്കിയിട്ടുള്ള ശ്രീ പണ്ഡിറ്റ് RB നായർക്ക് കുറുമശ്ശേരിക്കാർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പോന്ന ഒരു സംഗീത പ്രപഞ്ചം തീർക്കുവാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. പണ്ഡിറ്റ് RB നായർ എന്ന മഹത് വ്യക്തി ഗുജറാത്ത് സംഗീത അക്കാദമിയുടെ പുരസ്കാരവും ഗുജറാത്ത് സർക്കാരിൽ നിന്ന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും അതുപോലെ തന്നെ കോച്ച് ഇന്ത്യ ഫ്ലൂട്ടിസ്റ്റ് ഐക്കൺ അവാർഡും ഒക്കെ നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാത്തിനും ഉപരിയായി വ്യത്യസ്ത പുല്ലാങ്കുഴൽ സംഗീതത്തിന് 4 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടത്രേ. 42.5 അടി നീളമുള്ള ഓടക്കുഴലിൽ മനോഹരമായ സംഗീതം വായിച്ചതിനാണ് 4ാമത്തെ വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. ശരിക്കും ഒരു മഹാനുഭാവി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് പുല്ലാങ്കുഴലിൽ മാത്രമല്ല അദ്ദേഹം ചിത്രകലയിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ ഫൈനാൻസ് കോളേജിൽ നിന്ന് ചിത്രകലയിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായിട്ടുള്ള അദ്ദേഹം ഒരുപാട് ചിത്രകലകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ചിത്രകലാ അക്കാദമിയുടെ 3 അവാർഡുകളും നേടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം അഹമ്മദാബാദിൽ ഒരു സംഗീത സ്കൂൾ നടത്തുകയാണ്. പുല്ലാങ്കുഴൽ ഹിന്ദുസ്ഥാനിയും വോക്കലും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ശിഷ്യഗണം തന്നെ അദ്ദേഹത്തിന് കൂട്ടായുണ്ട്. ഇത്തരത്തിലൊരു മഹത് വ്യക്തിയെ കാണാൻ സാധിച്ചത് തന്നെ ഭയങ്കരമായൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ കച്ചേരി കേൾക്കാനും സാധിച്ചു. എന്തു മനോഹരമായിട്ടാണ് അദ്ദേഹം വിവിധ തരത്തിലുള്ള ഫ്ലൂട്ടുകൾ ഉപയോഗിച്ച് നമ്മളെ ആ ഒരു സംഗീത ലോകത്തേക്ക് എത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസിക് ടച്ചുകളുള്ള മലയാള സിനിമാ ഗാനങ്ങളും നാടൻ പാട്ടുകളും ഹിന്ദുസ്ഥാനി രാഗങ്ങളുമെല്ലാം വളരെ തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴലിൽ വായിക്കുന്നത്. അവിടെ കൂടിയിരുന്ന ഓരോ നാട്ടുകാരും എന്തു മനോഹരമായിട്ടാണെന്നറിയാമോ ആ ഒരു സംഗീത കച്ചേരി ആസ്വദിച്ചത്. ഇന്ന് ആ ഒരു സംഗീത കച്ചേരി ആസ്വദിക്കുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരിയാണ്. തീർച്ചയായും നിങ്ങൾ ആ സംഗീത കച്ചേരി കാണുക, ആസ്വദിക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ആ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കുക.
കൂടാതെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ശ്രീ RB നായരെയും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും മറ്റുള്ളവരും കൂടി അറിയട്ടെ. ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ഖ്യാതി പടരട്ടെ. ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എൻ്റെ ഒരു വിശിഷ്ടാതിഥി വേറെ ഒരാളുണ്ട്, ജോയി, എൻ്റെ ഉറ്റമ സുഹൃത്താണ്. അവൻ ഈ പ്രോഗ്രാമിന് വേണ്ടി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നു. പിന്നെ ഇതിനെല്ലാം നിമിത്തമായിട്ടുള്ള ബിനുക്കുട്ടനാണ്. കാരണം ഇവൻ കാരണമാണ് ഇവിടെ എത്തിച്ചത്. ബിനുവിൻ്റെ അമ്മേനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കാരണം അമ്മ കാരണമാണ് മകന് ഇത്രയും സിദ്ധികൾ കിട്ടിയതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം സ്മരിക്കുന്നു. നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇത് വിശേഷ അച്ഛൻ ഒരു ഉദ്ഘാടന ഒരു സന്ദേശവും ഒരു ബ്ലെസ്സിങ്സും ചെറിയ ഒരു ഉദ്ഘാടനം ആയിട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, RB നായർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം യൂട്യൂബിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പെർഫോമൻസുകളുടെ വീഡിയോ കാണാൻ സാധിച്ചു. പിന്നെ ഗൂഗിൾ നോക്കിയപ്പോൾ അദ്ദേഹം കുറേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്സ് അവാർഡ്സൊക്കെ കിട്ടിയ ആളാണ്. അതുപോലെ ഗുജറാത്ത് സംഗീത് അക്കാദമി അവാർഡൊക്കെ നേടിയ ആളാണ്. 3 വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മ്യൂസിക്കൽ കൺസേർട്സൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ ഒത്തിരിയേറെ നമ്മൾ മലയാളികൾ പലപ്പോഴും നമ്മുടെ മലയാളികളുടെ ഗുണങ്ങൾ അറിയാൻ പാടില്ല എങ്കിലും അദ്ദേഹത്തെ നോർത്ത് ഇന്ത്യയിലും ഗുജറാത്തിലും ബോംബെയിലേക്കാണ് അറിയപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വം വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് ഈ റിസോർട്ടിൽ താമസിക്കുന്നു. ഫ്ലൂട്ട് ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആളാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂട്ടാണ്, ഏറ്റവും ഡിഫിക്കൽട്ട്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ രാജേഷ് ചേർത്തല, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇപ്പോഴത്തെ പിള്ളേരുടെ തരംഗമാണ്, ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റായുള്ള കേരളത്തിലെ ഒരു തരംഗമാണ് പുള്ളി. പക്ഷേ ഇവരൊക്കെ കുറച്ചുകൂടി ക്ലാസിക്കലായിട്ടായിരിക്കും വായിക്കുന്നത്. അദ്ദേഹം പെർഫോമറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് പല രീതിയിലും, ഞാൻ പണ്ട് വിചാരിച്ചത് ഒരു ഫ്ലൂട്ട് മതി എല്ലാം വായിക്കാമെന്ന്. പക്ഷേ ഓരോ സ്കെയിലിനും ഓരോരോ ഫ്ലൂട്ടുകൾ, ഒരു ലോഡ് ഫ്ലൂട്ടുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് വലിയ അഭിമാനമാണ്. ഇവിടെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ വലിയ ടിക്കറ്റൊക്കെ എടുത്ത് കാണേണ്ട ഷോ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടുന്ന് കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ താമസമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ഗ്രാമമാണ്, നല്ല സാഹചര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും പേരിൽ RB നായരിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. എനിക്കധികം പറയാനൊന്നുമില്ല, എന്നെപ്പറ്റി അധികം പറയാനൊന്നുമില്ല. കാര്യം ചെറിയൊരു വേദി എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കുറച്ചൊരു തബല ട്രാക്കും കുറച്ച് ഹിന്ദുസ്ഥാനിയും രാജുവിന് ഇഷ്ടപ്പെട്ട ചില സംഗതികളെല്ലാം കൂടി ഈ ബിനു തന്ന ഫ്ലൂട്ടിൽ തന്നെ വായിക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ്റെ ഫ്ലൂട്ടിൻ്റെ വില കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നിത്യവിശുദ്ധയം കന്യാമറിയ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹ വാത്സങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയം കന്യാമറിയ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധ കന്യാമറിയ
നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സ്യങ്ങൾ ഞങ്ങൾ കനുഗ്രഹമാകട്ടെ. നല്ല സ്മൂത്തിങ് ആയിട്ടുള്ള രാഗം റൂട്ടിൽ വായിക്കാൻ നല്ലതും സുഖമായിട്ട് ചെയ്യുന്ന പാട്ട്. അമ്പലപ്പുഴ എൻ്റെ കണ്ണനോടുന്നൊരു പാട്ടാണ്, സോഫ്റ്റായിട്ടൊരു പാട്ട്. നമ്മൾ സാധാരണ ചെറുത വായിക്കുന്ന കേസിലാണെങ്കിൽ വായിക്കുന്നത്, ഷൂട്ടിംഗ് ആണെങ്കിൽ എനിക്ക് ഹിന്ദുസ്ഥാനി സ്പോട്ടിലാണ് ഇത് വായിക്കുന്നത്. ആണ് എൻ്റെ പ്രത്യേകത. ഒന്ന് ഫീൽ ചെയ്താൽ സാധിക്കും.
താങ്ക് യു. ദീപ്ചന്ദി താൾ എന്ന് പറഞ്ഞൊരു 14 ബിറ്റ്സിൻ്റെ ഒരു താളുണ്ട് ഹിന്ദുസ്ഥാനിൽ. അത് ലോങ് ആയിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ലോങ് നോട്ടിൻ്റെ ഫീൽ ഫ്ലൂട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്ന് കേട്ട് നോക്കൂ. ഇങ്ങനെ നടക്കുമത്. അപ്പോൾ അതിനിടക്ക് പഹാടി എന്നൊരു രാഗം ഫേമസ് ആയിട്ടുള്ള ഇതിനെങ്ങനെ ഫീൽ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വഞ്ചി തുറന്നാൽ ഫീലിംഗ് ആണല്ലോ അല്ലേ, നമ്മളൊരു നടക്കണ പോലെ. അപ്പോൾ ഇതിനകത്ത് ഫ്ലൂട്ട് വരുമ്പോൾ വല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളെത്തും. എസ്പെഷ്യലി ഈ പഹാടി രാഗം ഫോക്ക് രാഗമാണ്, സ്പെഷ്യൽ രാഗമല്ല. ഇത് ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനിൽ 14 ബീറ്റ്സുള്ള രാഗമാണ്. ഇത് വളരെയധികം ഫേമസ് ആയിട്ട് ആൾക്കാർ ആഗ്രഹിക്കുന്നൊരു താളമാണ്.
പഴയ നാടൻ പാട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജനത്തിൽ പറയാവുന്നതാണ്. ഒരു രസമാണ്. ഇത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. പാടുന്ന ആൾ എനിക്ക് തോന്നുന്നത് എന്താണ് ശാന്താകുമാരി അവരൊക്കെയാണ്. പക്ഷെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് ഇപ്പോഴും ഉണ്ട്. ഒന്ന് കേട്ട് നോക്കട്ടെ.
പാരിജാതം അറിയാലോ. ഒരു രാഗമുണ്ട് കമാജ് എന്ന് പറഞ്ഞു, മിശ്ര കമാജ്. അതിൻ്റെ ആലാപനം ഒന്നൊരു 2 മിനിറ്റ് വായിക്കുകയാണ്. ഇത് വളരെയധികം ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രാഗം എന്നാണ് ഹിന്ദുസ്ഥാനിക്കാർ പറയുന്നത്. സ്പെഷ്യലി ഞങ്ങൾ ഈ PM-ൻ്റെ ഇൻ്റർനാഷണൽ കോൺഫറൻസൊക്കെ വരുമ്പോൾ അപ്പോൾ പുറത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാകും വേൾഡ് ലെവലിൽ. അപ്പോൾ അവർക്കെന്നാൽ നമ്മുടെ ഇന്ത്യൻ സംഗീതം കേൾപ്പിക്കുക എന്നുള്ളൊരു പർപ്പസാണ് PM-ൻ്റെ പർപ്പസ്. അപ്പോൾ അതിൽ വായിക്കുമ്പോൾ ഞങ്ങൾ ഫ്ലൂട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ, പിന്നെ തബല ഉണ്ടാവും.
സോഫ്റ്റായിട്ടൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു രാഗഛായ പതുക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, മനസ്സിലായില്ലെന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ഒരു വരി പോലും പാടാത്ത ഞാൻ പോലും താളം പിടിക്കുന്ന സ്ഥിതിയുണ്ടായി. തീർച്ചയായിട്ടും ഹൃദയത്തിൽ തട്ടുന്ന സ്പന്ദിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം. അദ്ദേഹത്തിനെ ഇത്രയും കഴിവ് ഉള്ള പ്രോഗ്രാം ചെയ്യാൻ എന്തായാലും ബിനു അയിരൂർ എന്നറിയപ്പെടാവുന്ന ഒരു നല്ലൊരു കലാകാരനെ, ഒരു പെരുന്തച്ഛനെ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ബിനു അയിരൂർ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഉള്ള ഒരാളാക്കി മാറ്റാൻ ഇദ്ദേഹത്തിന്റെ ആർ ബി നായർ എന്ന് പറയുന്ന പണ്ഡിറ്റ് ആർ ബി നായരുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും ഗുണം ചെയ്യും. തീർച്ചയായും ബിനുവിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഇന്ന് തുടക്കം കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഈ അനുഗ്രഹീത നിമിഷങ്ങളിലൂടെ സമ്മാനിച്ച ഇതിന് അവസരമൊരുക്കി തന്ന രാജു പാലാട്ടിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളേതുപോലുള്ള ഒരു സാധാരണക്കാർക്ക് നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ചെറിയ ടിക്കറ്റ് എടുത്തല്ല കയറേണ്ടത്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വലിയ പ്രോഗ്രാമിലായിട്ട് നടക്കുന്ന പരിപാടിയാണ്. വളരെ സൗകര്യപ്രദമായി നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ, കാണാനും കേൾക്കാനും അനുഭവിക്കാനും അവസരം തന്നത് രാജു പാലാട്ടിയുമാണ്. ആ വേദിയുടെ വലിപ്പം നോക്കാതെ വളരെ കൃത്യമായി നമ്മളെ ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനും ഫ്ലൂട്ട് വായിക്കാനും കഴിഞ്ഞ ഈ ബഹുമാന്യ അദ്ദേഹത്തിന് കുറുമശ്ശേരിയുടെ ഈ നാടിന്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ബിനുവിന്റെ അമ്മ കുറുമശ്ശേരിയിലെ പല മേൽക്കൂരയും രൂപപ്പെടുത്തിയ കുഞ്ഞൻ ചേട്ടന്റെ ഭാര്യയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഉണ്ണിയുടെ അലഹച്ചൻ. എനിക്കറിയാം, ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഇരിക്കുന്ന സണ്ണിച്ചേട്ടന്റെ വീട് പണി കാണാൻ ദിവസങ്ങളോളം നമ്മള് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പോയി കാണുന്ന ആ കുഞ്ഞൻചേട്ടന്റെ മകനാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് പോലും, ഈ നാട്ടുകാരനെ എനിക്ക് പോലും ഇത്രയും ഒരു വേദിയിൽ വെച്ചാണ് ഉണ്ടായതെന്നുള്ളത് പ്രത്യേകം ക്ഷമയോടുകൂടി പറയുന്നു. തീർച്ചയായും ഈ അനുഗ്രഹ നിമിഷങ്ങൾ സമ്മാനിച്ച രാജുവിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും വേണ്ടി.